രാഷ്ട്രീയ കാലിക പ്രാധാന്യമുള്ള വസ്തുതകളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, മലയാളത്തിന്റെ നടന നൈപുണ്യം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ, നമ്മുടെ സ്വന്തം. എനിക്കും പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ? അതിനെന്താ, ആദ്യം ആഗ്രഹം എന്താണെന്ന് പറയും. പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാം. ലാലേട്ടന്റെ കളിയും ചിരിയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു പാട്ട് പാടി തരുമോ? അതിനെന്താ, പാടാലോ. കറുകര കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കണ്ണി തേനാണ്, ഓ പാട്ടുമൂളും മൈന പെണ്ണാണ്, എന്റെ പൊന്നുമോളാണ്. ലാലേട്ടാ, ഈ തെരഞ്ഞെടുപ്പ് പണക്കൊഴുപ്പിൽ മതിമറന്ന് നിലമറന്ന് വഴിമറന്ന് മുന്നേറുന്ന കുറവുകൾ ഏറ്റവും കൂടുതലുള്ള ഭരണ പാർട്ടിയുടെയും ജനം പ്രചരിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ മൊത്തക്കച്ചവടക്കാരുടെയും പൊയ്മുഖങ്ങൾ പൊളിച്ചടുക്കി നാടോടുമ്പോൾ നടുവയോടാതെ നാടിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന ജനനായകനെ അങ്ങ് തെക്ക് നിയമസഭാ മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ആവശ്യങ്ങളുടെ ആവേശങ്ങൾ അലയടിപ്പിച്ച് അവയൊക്കെയും നേടിയെടുക്കാൻ കരുത്തുള്ള ഒരു കർമ്മയോഗിയെ നിങ്ങൾക്ക് നൽകാനാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം. ജനങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഇരുകാലി മാടുകളാണെന്ന് മുദ്രകുത്തുന്ന ഭരണ നേതാക്കന്മാർക്കുള്ള കഷ്ടകാലത്തിന്റെ വിചാരണ നിങ്ങളുടെ മനസാക്ഷി കോടതിയുടെ അന്തിമ വിധി വോട്ടുകളാക്കി നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? യെസ്, അതാകണം ഇവിടുത്തെ വോട്ടർമാർ. ഈ കാന്തല്ലേ കാന്തം, കാന്തത്തിനൊരു വലയുണ്ട്. എന്താ അത്? ഒരു നാര് ഉണ്ടാവുന്നതാണ് ഇത്ര പറയണത്. പക്ഷേ ഒരു നാര് കാരണം ഇത്രയും പുരുഷന്മാരെന്നറിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഒരു സ്വർണ്ണ തത്തേനെ കിട്ടിയപ്പോ ഈ വിദ്വാന്മാർ എന്താ കാട്ടിക്കൂട്ടിയത്? ആ തത്തയെ കൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിലെ കുറെ ചീട്ടുകൾ കൊത്തി ഇങ്ങെടുത്തു. റെഡി, 1 2 3. ഒരുത്തരെ തല്ലിക്കൊന്നു, ഒരുത്തരെ വെടിവെച്ചു കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു. അയ്യോ, എന്റെ വായിന്ന് ഇതേ വരുത്തുള്ളൂ. പണ്ടൊരു കല്യാണ വീട്ടിലെ പാചകം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണത്തിനോടും ഡോളറിനോടുമുള്ള തന്റെ ഈ അത്യാർത്തില്ല. കൊക്കത്ര കുളങ്ങ. അത് ശരിയാ, എല്ലാം കുളവാക്കിയ ഒരു കൊക്കിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എടോ, തനിക്കറിയില്ലേ എന്നെ പറ്റി നമ്മുടെ സൈബർ തൊഴിലാളികൾ പറയുന്നത്? താൻ കേട്ടിട്ടില്ലേ? ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന്. ഇരട്ടച്ചങ്കൻ. അത് ശരിയാ, ഇരട്ടത്താപ്പൻ. താനൊന്ന് പോടോ. അതറിയണമെങ്കിൽ ജിയോഗ്രഫി പഠിക്കണം. ഇതെല്ലാം പഠിക്കണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം. അത് ശരിയാ. അങ്ങനെ താൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഠിപ്പിച്ച് ഒടുവിൽ എന്നായി. ഇപ്പൊ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ചേർന്ന് തന്നെ ഒരു പാഠം പഠിപ്പിക്കും. പഠിപ്പിച്ചിരിക്കും. എടോ, താൻ കൂടുതൽ വെളിച്ചെടുത്താൽ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും പുറത്തു വരാനിരിക്കുന്ന മുഴുവൻ കേസിലും ഞങ്ങളോടൊപ്പം തന്നെയും കൊടുക്കും. ഹലോ, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരാമോ? എന്താ കിടിയാശ്ശേരി ഇത്? ഈ ബിഗ് ജോബ്സിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതിനല്ലേ എലിമിനേഷൻ ഒക്കെ ഉള്ളത്. ഇപ്പോൾ കെണിയാസാന്റെ പ്രശ്നം ഇദ്ദേഹവുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല അല്ലേ? അയ്യോ, അതെ. അത്രേ ഉള്ളൂ. അതിനു പറ്റിയ 2 മുതലുകളെ ഞാനിവിടെ എത്തിച്ചേരാം. താങ്ക്സ് അലോട്ട്. ഇനി ബിഗ് ജോബ്സിൽ ചെറിയ പണികൾ. താനിനി വീരാൻ പോണതല്ലേ ഉള്ളൂ. തന്നെ വീഴ്ത്താൻ ദേ വരുന്നു മാസപ്പടി വീണയും കൂട്ടാളി അറിയാസും. അല്ല പിന്നെ വീട്ടുക്കും വാസപ്പടി വേണോ? കൊള്ളാം. എന്തിനാ